ഗുഡ് ഈവനിങ് ഗൈസ്. ഇന്ന് നമ്മൾ ഏത്തയ്ക്ക അപ്പം ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് ഈവനിങ് സ്പെഷ്യൽ അതാകട്ടെ. അതിന് വേണ്ട മൈദാപ്പൊടി, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് പഞ്ചസാര, ടേസ്റ്റ് ക്രമീകരിക്കാനായിട്ട് അതിനാവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തു. ശേഷം നമുക്കിത് നന്നായിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യും. അത് നല്ല നൈസായിട്ട് മിക്സ് ചെയ്യണം. കട്ട കെട്ടിയിരിക്കരുത്. പാകത്തിന് വെള്ളം ഒഴിക്കുക. ഒത്തിരി വെള്ളവും വേണ്ട, തീരെ വെള്ളക്കുറവും വേണ്ട. ഞാൻ എടുക്കുന്ന ഒന്ന് പരുവം കാണിച്ചു തരാം. നന്നായിട്ട് ഇളക്കുക. ഏകദേശം സെറ്റായി വരുന്നു. നമ്മുടെ മൈദാമാവും ഏലക്കാപ്പൊടിയും ഉപ്പും ശകലം മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ പഞ്ചസാരയും എല്ലാം കൂടെ ആഡ് ചെയ്താണ്. എല്ലാം കൂടെ നല്ല ഈ പരുവത്തിന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് പാൻ അടുപ്പിൽ വെക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തു. നന്നായി ചൂടാകട്ടെ. ചിലയിടത്ത് പഴംപൊരി എന്നാണ് പറയുന്നത്, ചിലയിടത്ത് ഞങ്ങളുടെ നാട്ടിൽ ഏത്തയ്ക്കാപ്പം എന്ന് പറയും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പം നമ്മൾ മാവിൽ ഏത്തപ്പഴം ഇട്ട് വെച്ച് എല്ലാം കൂടെ ഒന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അവർക്കെല്ലാവർക്കും താങ്ക്സ്. ഇനിയും ഇതുപോലെ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കണം. കുറവുകളൊക്കെ പറഞ്ഞ് കമൻ്റായിട്ട് ഇടുക. എന്താണ് മൈനസ് എന്നുള്ളത് ഡീറ്റെയിൽ ഇടണം. അങ്ങനെ നമ്മുടെ പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മറിച്ചിടാറാകുന്നു. ഏകദേശം ഒരു ബ്രൗണിഷ് ആകുമ്പോൾ എന്നാൽ കരിഞ്ഞും പോകരുത്. ആ ഒരു പരുവത്തിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ആയി വരുന്നു. മറിച്ചിടാറായി. മറിച്ചിട്ടു. നമ്മൾ കണ്ടല്ലോ, നല്ല കളറാണ്, നല്ല ടേസ്റ്റിയാണ്. ഏലക്ക ചേർത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ മണമാണ്. എല്ലാവരും ഏലക്ക ചേർത്തുണ്ടാക്കി നോക്കണം. ചിലർ എള്ളിടും, ചിലർ ജീരകം ഇടും. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാൻ എള്ളും ജീരകവും ഇടാറില്ല. ഞാൻ പകരം ഏലക്കാപ്പൊടിയാണ് മിക്സ് ചെയ്യുന്നത്. നല്ല മണമാണ് ഇത് മൂത്ത് വരുമ്പോൾ. ഏലക്കായുടെയും പഴത്തിൻ്റെയും കണ്ട നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വരിൻ, കഴിക്കാം. നല്ല കാപ്പിയും നല്ല ഏത്തക്കാപ്പവും കൂടെ കഴിച്ചാലോ. ഓക്കെ, ബായ്. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. വണക്കം. സൂപ്പറല്ലേ? കാണാൻ തന്നെ നല്ല ചന്തമല്ലേ?